ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. ഇതിൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തിൻ്റെ റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ചായയോടെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊക്കെയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്തിലെ കുറേ അടിച്ചു വരാനുണ്ട്. അപ്പം നമ്മൾ കുറേ എന്താ പറയുക, നമ്മളെ ഏരിയ വലുതാണ് കേട്ടോ. അപ്പം ഞാനൊക്കെയും പകുതിയായിട്ട് അങ്ങനെ ഏറ്റെടുക്കലാണ്. ഫുള്ളായിട്ട് അടിച്ചു വരി കഴിഞ്ഞാൽ എനിക്കാവില്ല കേട്ടോ. ഇതിപ്പോൾ 30 സെൻറ്റോളുണ്ട്. ആഴ്ചയിൽ ഒരു കേച്ചി വരും. അല്ലാത്ത ഡെയിലി എന്തായാലും എന്താ പറയുക, മാവിൻ്റെ ഇലയും എല്ലാത്തിൻ്റെ ഇലയും വീകും. പിന്നെ ഓല, അതുപോലെ തെങ്ങിൻ്റെ പൂക്കൊല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോകില്ലേ. അപ്പോൾ അതെല്ലാം ഞാനൊക്കെയും ഡെയിലി അങ്ങനെ ഓരോരോ ഭാഗമായിട്ട് നമ്മൾ അടിച്ചുവാരിയിട്ട് എടുക്കലാണ്. അപ്പം ഇല്ലേക്ക് അടിച്ചു വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ കുറേ നാളായി ബോഗൺവില്ലൻ്റെ ഒരു തണ്ടും കാര്യങ്ങളെല്ലാം ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ ബോഗൺവില്ലക്ക് കുറേ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിക്ക് ഈ ഒരു എന്താ പറയുക കമ്പില്ലേ, അതൊന്ന് വളച്ചിട്ട് ആ ബോഗൺവില്ലൻ്റെ തന്നെ ആ ഒരു മുള്ളുണ്ടാവില്ലേ, അതിലൊന്ന് കൊളുത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നാലേ കുറേ ഫ്ലവർ വരും. നല്ല രസമില്ലേ, മാഷാ അല്ലാ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള, ആദ്യമൊന്നും എനിക്കില്ല ഈ ഒരു യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞ വർഷം എങ്ങാനും ഈ വീഡിയോ ചെയ്തേരെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ഈ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇത് വാങ്ങി വെച്ചവരും ഉണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് നോക്കുമ്പോൾ അടിപൊളി എന്നാലോ എന്ന് എനിക്കും തോന്നലുണ്ട്. നല്ല രസമുണ്ട് മൊത്തത്തിൽ ഫ്ലവറെല്ലാം പിടിച്ചിട്ട് കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ എല്ലാം പടർത്തി വിടാനും കഴിയും കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ വലുതാവുന്ന എന്താ പറയുക കമ്പും കാര്യങ്ങളല്ലേ, അതിലിങ്ങനെ താലിലേക്ക് തന്നെ ഒന്ന് വളച്ചിട്ട് ആ ഒരു മുള്ളിലേക്ക് കൊളുത്തി കൊടുക്കലാണ്. അങ്ങനെയാകുമ്പോൾ നല്ല റൗണ്ടിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ബോഗൺവില്ലക്കെല്ലാം ഞാൻ എന്താ പറയുക ഈ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, എല്ലുപൊടി, വേപ്പിംഗ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അതെല്ലാം പുളിപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. മാസത്തിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും, 15 ദിവസം കൂടുമ്പം. അതൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും ഈ ബോഗൺവില്ലക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. കാര്യം നമ്മളിങ്ങനെ നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ വളർന്നു വരുന്ന കമ്പ് ഇങ്ങനെ ഒടിയാണ്ട് എന്താ പറയുക പൊട്ടിക്കാണ്ട് ഒന്ന് വളച്ചിട്ട് ആ മുള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനും അടിച്ചു വാരിയിട്ട് ഓരോരോ ഭാഗത്ത് അങ്ങനെ കൂട്ടിക്കൊടുക്കലാണ് കേട്ടോ. ഇപ്പോൾ 2 ആൾ ഇറങ്ങുകയെന്നുണ്ടെങ്കിലേ പെട്ടെന്ന് പണി തീരും. പിന്നില്ലേ നമ്മളിങ്ങനെ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ ചെടികളെ കാര്യങ്ങളൊക്കെ ഇറങ്ങല്ലോ എന്നിട്ടാ നോക്കല്. അതിന് വളമിടണമെന്നുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കും, വാടിയ ലീഫെല്ലാം കളയും, പിന്നെ കമ്പലിങ്ങനെ ഒടിച്ചിട്ട് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അടിച്ചു വരാൻ അറിയിക്കാനൊക്കെ അറിയും. ഇക്കൊക്കെ അതൊന്നും ഇഷ്ടമല്ല. ഇക്കൊക്കെ അടിച്ചു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വരൽ മാത്രം ചെയ്തിട്ട് അങ്ങനെ പോകണം, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ടൈമില്ല എന്നാന്ന് പറയല്. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്നിട്ടാ അടിച്ചു വരാനിറങ്ങും. അങ്ങനെയൊക്കെ അങ്ങനെ തിരക്കൂട്ടലാണ്. പിന്നെന്താ, എന്നോട് ലാസ്റ്റ് ഞാനൊരു വീഡിയോയിൽ ഗാർഡൻ കാണിച്ചിട്ടില്ലേ, നേരെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊരു അടിപൊളി മുറ്റമെന്ന്. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. അതങ്ങനെയല്ല കേട്ടോ. നമ്മളെപ്പോഴും ഡെയിലി അതിന് കുറച്ച് പണിയെടുക്കുന്നതുകൊണ്ടാണ് അത് ഇത്ര ഭംഗിയായിട്ട് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വാടിയിട്ടും ഉണങ്ങിയിട്ടും എല്ലാം ഉണ്ടാവും. നമ്മളതിന് എന്താ പറയുക, നമ്മൾ സമയം കണ്ടെത്തി വെള്ളമൊഴിച്ച് വളമെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ കുട്ടികളെ കൊണ്ടടക്കുന്ന പോലെ നടക്കുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലവറും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയൊന്നും ചെയ്യില്ല. പിന്നെന്താ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ വെറുതെ മൊബൈലിൽ കളിക്കുന്ന ടൈമിന് എന്താ പറയുക ഒരു 30 രൂപ 15 രൂപേൻ്റെ എല്ലാം എന്താ പറയുക ബോഗൺവില്ലേൻ്റെ തൈ കിട്ടും. അതുകൊണ്ടാണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക ഒരു വർഷം കൊണ്ടെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് മുറ്റം ഗാർഡനെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഓരോരാളും കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് അവർക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളും നമ്മളെ മടിയെല്ലാം മാറ്റി വെച്ച് വൈകുന്നേരമോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയോ കുറച്ച് സമയം മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുറ്റും അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചില കമൻറ്റാണ് എന്തൊരു ലക്കിയാണ്, അടിപൊളി ലൈഫാന്നെല്ലാം പറയും.
പറഞ്ഞിട്ട്. അങ്ങനെയല്ല കേട്ടാ. നമ്മൾ ഭാഗ്യവും നിർഭാഗ്യവും നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണോന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം, നിർഭാഗ്യവാന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടി പിടിച്ചിട്ട് അങ്ങ് നിന്നാൽ മതി. മനുഷ്യന്മാരെല്ലാം വ്യത്യസ്തരാണ്, അതുപോലെ ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്. അപ്പം നമ്മളെ കഴിവുകൾ എന്താണോ അത് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ ഇപ്പം എല്ലാവരും അങ്ങനെ ശ്രമിക്കുന്നവർ തന്നെയാണ് കേട്ടോ. കുറച്ച് പേര് മാത്രമേ മടി പിടിച്ചിട്ട് എനിക്കൊന്നും കഴിയൂല എന്നെല്ലാം വിചാരിച്ചിട്ട് നിൽക്കുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടിക്ക്. ഭർത്താക്കന്മാരെന്നെ കൊണ്ടുവന്നാലേ നമ്മൾ ജീവിക്കൂ എന്നുള്ള ചിന്താഗതിയെല്ലാം കുറേയെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാരെ തന്നെ ആശ്രയിക്കുമ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങളൊന്നും നടക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണോ കഴിവുകളുള്ളത്, ഇപ്പോൾ കുക്കിങ്ങിൽ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതൊരു വരുമാന മാർഗ്ഗമായിട്ട് കണ്ടെത്താം. അങ്ങനെ പല പല കഴിവുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതിലെല്ലാം എന്താണോ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള വഴി അത് നമ്മൾ കണ്ടെത്താം കേട്ടോ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ വിധിയെ പഴിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവൂ, എൻ്റെ വിധി ഇങ്ങനെയാണ്, എനിക്കൊന്നിനും കഴിയൂല, എൻ്റെ ഭർത്താവ് എനിക്കൊന്നും ചെയ്തു തരുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പറഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലില്ലേ നമ്മൾ ആയുസ് എങ്ങനെ എന്താ പറയുക, നമ്മൾ വയസ്സ് കൂടി വരും. പിന്നെ നമ്മളെ ലൈഫ് വെറുതെ ആയിപ്പോവും. ഇപ്പം നമ്മൾ ജീവിക്കേണ്ടത് ഇപ്പം ജീവിച്ചേ പറ്റൂ. നമുക്കൊന്നുമില്ലെങ്കിലും ആരും പരാതി പറയാണ്ട് നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. അപ്പം നല്ല ശുഭാപ്തി വിശ്വാസക്കാരായിട്ട് ജീവിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, മറ്റുള്ളവരിലേക്ക് നോക്കാണ്ട് തന്നിലേക്ക് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിൽ അധിക പേരുടെയും പ്രശ്നം മറ്റുള്ളവരിലേക്ക് നോക്കുന്നതാണ്. അവൾക്കതുണ്ട്, അവൾക്കിതുണ്ട്, അങ്ങനെയല്ല. നമുക്ക് എന്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക, അതിൽ എന്താ പറയുക, അതിൽ മുന്നോട്ട് പോകാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ വേണം, അതിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണം, എത്ര എഫേർട്ട് ഇടണമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും സക്സസ് ഉറപ്പാണ് കേട്ടോ. അത് പ്രകൃതി നിയമമാണ്. അപ്പം നമുക്ക് വേണ്ടിക്ക് പ്രവർത്തിക്കാം. പിന്നെന്താ, എനിക്കും ഇപ്പം എന്താ പറയുക, ഇതൊന്നും ചെയ്യണ്ട, അനങ്ങാണ്ട് കാക്കൊക്കെ കൊണ്ടുവരുന്നത് തിന്നിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്നല്ല എനിക്കും വിചാരിക്കാം. പക്ഷേ എക്സ്ട്രാ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ ഞാൻ സാധിക്കുന്നത് ഞാൻ എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എല്ലാ കാര്യത്തിനും ഇക്കാനെ വിഷമിപ്പിക്കുന്ന ആളല്ല. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യൽ. കാര്യം ഒക്കെ ചെയ്തു തരായിട്ടല്ല, പക്ഷെ എനിക്കിഷ്ടം ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യൽ. പാത്രങ്ങളായാലും ഗാർഡൻ ആയാലും ഒരു ചെടി വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഇക്കാനെ വിഷമിപ്പിക്കലില്ല. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്ക് വേണ്ടിക്ക് എന്തെങ്കിലും ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിക്ക് ജീവിക്കുന്നു എന്ന് മനസ്സിലാവല്. നമുക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് നമ്മൾ വെറുതെ മടി പിടിച്ച് അറിയാം വിധിയും പയച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മളൊന്നും അല്ലാണ്ടായി പോലെ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനില്ലേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. ഞാനില്ലേ അടിച്ചു വാരിയിട്ടെല്ലാം വന്നതാണ് കേട്ടോ. രാവിലെ ചായ ഉണ്ടാക്കുന്ന ടൈം തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊടുക്കാൻ പണിയുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇതാ വന്നിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്നാക്കിൻ്റെ ഫില്ലിങ്ങിൻ്റെ മസാലയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ചെയ്തിട്ടില്ലേ, ഒരു ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ കുറേ റെസിപ്പീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൂടെ ഞാൻ ചീസാണ് കേട്ടോ പറ്റി കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഞാൻ ചീസ് തന്നെയാണ് അധികം ഉപയോഗിക്കൽ. കെച്ചപ്പും ഉപയോഗിക്കലെല്ലാം കുറവ് തന്നെയാണ് കേട്ടോ. ഉപയോഗിക്കൂല എന്നല്ല, ചിലപ്പോൾ ഉപയോഗിക്കും. എന്നാലും അധികം ഇങ്ങനെ ചീസ് എന്തെങ്കിലും പറ്റി കൊടുക്കലാണ്. പിന്നെ പാക്കറ്റ് ചപ്പാത്തി ഞാൻ വാങ്ങലില്ല. ചപ്പാത്തി പരത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കൽ തന്നെയാണ്. ഇക്കാക്ക് ഇഷ്ടമല്ല അങ്ങനെ പുറത്തൊന്നും ചപ്പാത്തി കുബൂസ് ഐറ്റംസ് ഒന്നും വാങ്ങൽ. പിന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വാങ്ങാൻ നിൽക്കലില്ല, കുറവ് തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ വാങ്ങിയാലായി അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ രണ്ടാക്കും കൂടിയിട്ട് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ നമ്മൾ മുഹമ്മദിനാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഓന് ചപ്പുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് തിന്നൂല. അതെങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിനാലും ഓനും തിന്നൂല കേട്ടോ. അത് ഞാനും ചെറുതിൽ അങ്ങനെ തന്നെയാണ്, എൻ്റെ ബ്രദറും എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്. എൻ്റെ മക്കളിപ്പോൾ എല്ലാം ഏകദേശം കഴിക്കാൻ തുടങ്ങി. അത് ഓരോരോ കുട്ടികളും അങ്ങനെ ആയിരിക്കും കേട്ടോ. എൻ്റെ ഫാമിലിയിലത്തെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. പിന്നെ വലുതായാലും എല്ലാവരും എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്. ഞാനല്ലാണെങ്കിൽ ചെറുതിലൊരു ഉള്ളി കണ്ടതിനാൽ അത് തിന്നൂല. അതെല്ലാം പുറക്കി ഒരു സൈഡിൽ വെച്ചിട്ട് കറി മാത്രം അങ്ങനെ മുക്കി തിന്നലാണ്. ഇപ്പം എൻ്റെ മുഹമ്മദും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും മാത്രം വെച്ച് കൊടുക്കലാണ്. പിന്നെ കക്കിരി, വത്തക്ക, നമ്മൾ വത്തക്ക എന്ന് പറയില്ല, നമ്മൾ വത്താന്നാന്ന് പറയൽ. വത്ത, പിന്നെന്താ അങ്ങനത്തെ സ്ട്രോബെറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിക്കും കേട്ടോ.
ഈ മിക്സഡ് ആക്കിയ ഐറ്റംസ് ഒന്നും ഇഷ്ടം കുറവാണ്. പിന്നെ എൻ്റെ മുഹമ്മദിനാണെങ്കിൽ മുളകിട്ട കറികളാണ് കൂടുതലിഷ്ടം. ഈ ബീഫ് കറി വെക്കുന്നുണ്ടെങ്കിലും ചിക്കൻ കറി വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു റെഡ് കളറിലെ കറിയാണ് ഇഷ്ടം. തേങ്ങ അരച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ക്രീം കാര്യങ്ങളൊന്നും യൂസ് ചെയ്തതൊന്നും ഓൻ കഴിക്കൂല. അതുകൊണ്ട് ഓനിക്ക് ഞാൻ എന്താ പറയുക നാടൻ ആ ഒരു എരിവുള്ള കറി എന്നാണ് പറയൽ. ഇക്കാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഈ മുളക് കറി ആണ് കൂടുതലിഷ്ടം. അപ്പോൾ എനിക്കും ഇക്കാക്കെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കൽ. അനക്കും മൈസക്കും മൻഹക്കുമാണ് ഈ ബാക്കിയെല്ലാ ഐറ്റംസും പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇതാ ഞാൻ ടിഫിനിലേക്കെല്ലാം ഒരുക്കി വെച്ച് കൊടുക്കലാണ്. പിന്നില്ലേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിനെല്ലാം തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിനി. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് റെസിപ്പീസും അതുപോലെ തന്നെ വ്ളോഗ്, സ്നാക്സിൻ്റെ റെസിപ്പീസ്, പാർട്ടി വ്ളോഗും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചെയ്തിട്ടുണ്ടായിന് ഇൻഷാല്ലാ. പിന്നെ ക്ലീനിങ് വ്ളോഗ് ചെയ്യൂ എന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇൻഷാല്ലാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. പിന്നെന്താ ടിഫിനും കാര്യങ്ങളെല്ലാം ഒരിക്കലും മക്കളെ അയച്ച് ചെയ്താൽ ഇക്കയും കൂടി ഭക്ഷണം കഴിക്കലാണ്. കുറേ തിരക്കുള്ള ടൈമാണ് കേട്ടോ. ആ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം അതും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ബസ് പോവും. അങ്ങനെ എനിക്കിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലില്ലേ ഭയങ്കര എന്താ പറയുക ബേസിന് നിറച്ചും പാത്രം ഉണ്ടാവും. അത് കഴുകിയെടുക്കലാണ് കേട്ടോ. പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ട് സെൻട്രാളും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇതാ കിച്ചണും കൂടി ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഇന്നൊരു അടിപൊളി റെസിപ്പി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 1.5 കിലോ മന്തിൻ്റെ റെസിപ്പി കാണിക്കും. ഒരു പാർട്ടി ഉണ്ട്, ഇർഫാൻ എന്തായാലും കാണിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ആക്കാമെന്ന്. അപ്പോൾ എന്താ പിന്നെ ക്ലീനിങ് വ്ളോഗ് ചെയ്യാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി. കുറേ അല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇല്ലേ ഇൻഷാല്ലാ ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ നോമ്പാകുന്ന ടൈം ആകുമ്പോഴേക്കും വീട് വീണ്ടും വൃത്തിയാടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഒരു 4-5 ദിവസം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ക്ലീൻ ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കില്ല കേട്ടോ. കാര്യം എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ സമയം നിന്ന് പണിയെടുത്താലെല്ലാം എനിക്ക് പണി കിട്ടും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഒരു ദിവസം എന്താ പറയുക ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം വീട്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള ഐറ്റംസ് ഈ വെണ്ണാമ്പല കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ ഫാന് അതെല്ലാം ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം എല്ലാ കബോർഡും ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ജനലും ഗ്ലാസും കാര്യങ്ങളെല്ലാം തുടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ മൊത്തത്തിൽ നിലമെല്ലാം തുടച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് മൊത്തം ക്ലീൻ ആയി കിട്ടുമല്ലോ. അപ്പോൾ നമുക്കധികം അറിയുകയും ചെയ്യില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവുകയും ചെയ്യില്ല. അങ്ങനെ ഇൻഷാല്ലാ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നമുക്കൊരു ചലഞ്ചായിട്ട് നമ്മളെല്ലാവരും വീട് വൃത്തിയായും ചെയ്യും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വൃത്തിയാക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയും, നമുക്ക് ഒരുമിച്ചിട്ട് വീടെല്ലാം വൃത്തിയാക്കാം. അങ്ങനെ പിന്നെന്താ അത്ര തന്നെ. ഇനിയിപ്പോൾ ഞാൻ ചിക്കനെല്ലാം കഴുകിയെടുക്കലാണ്. ഞാനില്ലേ ചിക്കൻ വാങ്ങുമ്പം 2 ചിക്കൻ വാങ്ങും. എല്ലാവർക്കും ലെഗ് പീസാന്ന് വേണ്ട. അതുകൊണ്ട് തന്നെ മറ്റേ ആ ഒരു ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ലേ അതെല്ലാം ഞാൻ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യൽ. ഇങ്ങനെ ലെഗ് പീസ് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ അത് ഞാൻ എന്താ പറയുക
ഈ മന്തി ബിരിയാണിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2 ചിക്കൻ വാങ്ങിയിട്ട് അങ്ങനെ എന്താ പറയുക ഓരോരു ഭാഗമായിട്ട് മാറ്റി വെക്കലാണ്. എനിക്കാണെങ്കിൽ ചെറുതിൽ ലെഗ് പീസാണ് ഇഷ്ടം. കാരണം ഞാൻ എൻ്റെ ബ്രദറെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത് കിട്ടുന്നതുകൊണ്ട് ഉമ്മ അത് എനിക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വലുതായാലും അത് തന്നെയാണ് ഇഷ്ടം. മക്കൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു 2 വാങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുക. ഇക്കാന്നുണ്ടെങ്കിൽ നമ്മളാ കാട്ടിക്കുഞ്ഞാണ്, ഇക്കും അങ്ങനെ തിന്ന് ശീലിച്ചതാണ്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ വാങ്ങൽ. ഇനിയിപ്പോൾ ഞാൻ ചിക്കനെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്കിൽ 1.5 കിലോ മന്തിയെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ എന്താ പറയുക 1.5 കപ്പ് ഏതെങ്കിലും ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം ഗോൾഡ് വിന്നർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഇനിയിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് വേണം. 5 ക്യൂബ്സാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ്. ആദ്യം നിങ്ങൾക്ക് മസാലയെല്ലാം മിക്സാക്കിയിട്ട് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കലാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ സ്റ്റോക്കെല്ലാം നല്ലോണം ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക് അങ്ങനെ. പിന്നെ ഞാനിതാ വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. അന്നേരം 2 കിലോന് റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കിലോ അരിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും, ഒരു വലിയ ക്യാപ്സിക്കം കട്ടാക്കിയതും, ഒരു കൈപ്പിട നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി കട്ടാക്കിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഒരുപാട് ടൈപ്പ് മന്തി റെസിപ്പി ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം ആൾക്കാർ, 10 ലക്ഷം ആൾക്കാരിലേക്കെല്ലാം എത്തിയ വീഡിയോസ് ഉണ്ട്. 9 ലക്ഷം ആൾക്കാരിലേക്കെല്ലാം എത്തിയ വീഡിയോസ് ഉണ്ട്. അപ്പം എല്ലാവരും എൻ്റെ മന്തി റെസിപ്പി ബീഫായാലും മട്ടൻ ആയാലും ചിക്കൻ ആയാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇപ്പോഴും വരുത്തുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ ഇതും അടിപൊളി ടേസ്റ്റുള്ള മന്തി തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മന്തി മസാലയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ വേറൊരു ഇർഫാന ഷംഷീർ യമനി മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ അതിൽ മന്തി മസാലേൻ്റെ റെസിപ്പി കാണും. ഒരു 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കുക. പിന്നെ റെഡ് ഫുഡ് കളറാണ്. നമ്മൾ പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ വെറുതെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ്ട. പാർട്ടിയിലെല്ലാണെങ്കിൽ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിക്ക് ആയതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. എനിക്കിപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ഒരു 1/2 ടീസ്പൂൺ തന്നെ മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ചിക്കൻ സ്റ്റോക്കലിലെ നല്ലോണം ഉടഞ്ഞു വരണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ചിക്കൻ സ്റ്റോക്കിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും അങ്ങനെ. പിന്നെ ചിക്കന് വരഞ്ഞു കൊടുക്കണം കേട്ടോ, അത് വിട്ടുവേണ്ട. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുക്കലാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 1.5 കിലോന് മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വലിയ പാത്രമില്ല. ഇതിൻ്റെ വലിയ പാത്രം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണെന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു 2 പാത്രത്തിലായിട്ട് ഫ്രൈ ആക്കി എടുക്കാമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉടഞ്ഞു വരൂലേ. ഞാനിപ്പോൾ മിക്സാക്കുന്നത് ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താ പറയുക ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. കൈവച്ചിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇത്ര ഓയിൽ ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. ഇത് നമ്മൾ റൈസിലേക്കും കൂടി ദം ചെയ്യൂലേ, അന്നേരം കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനത് ഇട്ട് കൊടുക്കുന്ന വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു വേറെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണ്. ഇതും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഡ്രൈ ലെമണാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങെല്ലാം ഉണങ്ങിപ്പോവില്ലേ, അത് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. സെയിം ആ സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കലാണ്, ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതിപ്പം ഈ ഒരു പാത്രത്തിൽ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ പാത്രത്തിലും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ 2 പാത്രത്തിലായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, കാര്യം എൻ്റെ കയ്യിൽ വലിയ പാത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ 2 പാത്രത്തിലായിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാനില്ലേ റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക.
നമ്മളിത് ഊറ്റിയെടുക്കുന്നല്ലേ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കറാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ. ഇത് അടിപൊളി റൈസാണ്. ഞാൻ എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മന്തിയെല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ 1 കിലോൻ്റെ പാക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 കിലോൻ്റെ പാക്കെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ അധികം മന്തിയെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് ഏത് റൈസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഈ ഒരു റൈസ് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള റൈസാണിത്. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കുക്കായിട്ട് വരും. അധികം ഉടയോ ഒട്ടിപ്പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കറക്റ്റ് ഇതെങ്ങനെയാണ് കുക്കാക്കുന്നതും കൂടി കാണിക്കാം കേട്ടോ. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 5 കിലോ വേണമെന്നുണ്ടെങ്കിൽ 5 കിലോ പാക്കറ്റും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം 1 കിലോൻ്റെ പാക്കറ്റാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 1 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയത്. ഇതുണ്ടില്ലേ, നല്ല മുല്ലപ്പൂ പോലത്തെ അടിപൊളി റൈസാണ്. ഇത് ഞാൻ കുക്ക് ചെയ്തിട്ടും കൂടി കാണിക്കാം. എന്നോട് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 ഭാഗം ഒരുപോലെ കുക്കാക്കി എടുക്കുക കേട്ടോ. പിന്നെ റെഡ് ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നമ്മൾ വീട്ടിൽ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലേ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ടില്ലേ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും കേട്ടോ. ഇതുണ്ടല്ലോ ഇപ്പോൾ ചിക്കനിലുള്ള ഒരു വെള്ളവും കാര്യങ്ങളെല്ലാം ഇറങ്ങി ചിക്കൻ ഇപ്പം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും. ഈ വെള്ളം വറ്റുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. വെള്ളം വറ്റുന്നത് തന്നെ വെയിറ്റ് ചെയ്യുക. ഓയിലെല്ലാം തെളിഞ്ഞ് വരും കേട്ടോ. ഇതിലെല്ലാം എനിക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. ഇത് എന്താ പറയുക, 2 പാത്രത്തിലേക്ക് ഞാൻ മാറ്റി നിന്നിട്ടില്ലേ, 2ഉം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കലാണ്. പിന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പം തന്നെ. അങ്ങനെ ഇനിയിപ്പം റൈസും കൂടി വേവിച്ചെടുക്കണം. ഇതാ നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ, ഈ ഒരു പാത്രത്തിലുള്ള ചിക്കനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാല എന്നിട്ടാ ഇത് ഫ്രൈ ആയിട്ട് വന്നാൽ തന്നെ അടിപൊളി സ്മെല്ലാണ്. ഞാനിപ്പോൾ ഇതിന്ന് ഓയിലൊന്നും മാറ്റി കൊടുക്കണം. അപ്പോൾ ചിക്കന് മൊത്തത്തിൽ വീണു. അതുകൊണ്ട് ആദ്യം ചിക്കന് മാറ്റിയിട്ട് ഓയിൽ മാറ്റിയെടുക്കലാണ്. അതിനിടയിൽ എൻ്റെ ഒരുപാട് പണികൾ തീരുന്നുണ്ടാവും കേട്ടോ. പാത്രങ്ങൾ കഴുകുന്നുണ്ടാവും, അതുപോലെ തന്നെ ഈ മാഷും കാര്യങ്ങളെല്ലാം കൗണ്ടർ കാര്യങ്ങളെല്ലാം തുടച്ചെടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ. ഈ ചിക്കൻ ഫ്രൈ ആക്കുന്നത് തന്നെ ഞാൻ നോക്കി നിൽക്കില്ല. അതിൻ്റെ ഇടയിൽ എല്ലാ പാത്രങ്ങളും മേശ തുടക്കാനുള്ളതും എല്ലാം കഴിക്കും. അങ്ങനെ അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം 2 പ്രാവശ്യം തുടക്കും കേട്ടോ. ആദ്യം ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടക്കും, എന്നിട്ട് ഒരു ലിക്വിഡ് ആക്കിയിട്ട് അങ്ങനെ തുടക്കും. എനിക്ക് എന്തെങ്കിലും ലിക്വിഡ് ആക്കിയിട്ട് തുടക്കലാണ് ഇഷ്ടം. കാര്യം ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളെല്ലാം പോയി കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന പോലെയാണ്. വെറുതെ വെള്ളം വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആല്. അങ്ങനെ തന്നെ വീട് എപ്പോഴും നല്ല സ്മെല്ലായിട്ടിരിക്കാൻ എന്താ വേണ്ടി ഫാനാന്നെല്ലാം കമൻറ്റിൽ കാണാം. ഞാൻ എന്തെങ്കിലും പെർഫ്യൂം എടുത്തിട്ട് കർട്ടനും സോഫക്കും ഇതുപോലെ ഫ്ലവേഴ്സിനെല്ലാം അടിച്ചു കൊടുക്കലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും സ്മെൽ ഉണ്ടാവില്ലേ, അതങ്ങനെ അടിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കലാണ്. ഞാനൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. 3-5 ഉള്ളി എടുക്കാം. 3-5 തക്കാളി എടുക്കുക, 1 ഉള്ളി എടുക്കുക, 2 അല്ലി വെളുത്തുള്ളി, കുറച്ചധികം മല്ലിയിലയും, ഒരു പച്ചമുളകും, കുറച്ച് വിനെഗറും, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. തക്കാളി എത്രമാത്രം ഇടുന്നു അതിനനുസരിച്ച് റെഡ് കളറായിട്ട് കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കലാണ്. ഈ വെള്ളം തിളക്കാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളെല്ലാം ഏകദേശം ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ റൈസ് ഒരു 85-90% എന്താ പറയുക കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടയുന്നൊരു പരുവം, ചെറുതായിട്ടൊരു എന്താ പറയുക പൊട്ടി വരികയും വേണം. അങ്ങനെ നല്ലോണം വെന്ത് വരണ്ട കേട്ടോ. കാര്യം നമ്മൾ ഇതൊന്നുകൂടി ദം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഊറ്റിയെടുക്കലാണ്. ആ ഒരു ടൈം തന്നെ വെള്ളം ഊറ്റിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരുന്ന റൈസാണ്. പിന്നെ റൈസിന് നല്ല തൂവെള്ള നിറം കിട്ടാൻ വേണ്ടിക്കില്ലേ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ വിനെഗറോ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചിക്കന് ഒന്ന് മാറ്റിയെടുത്തിട്ടില്ലേ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ മൊത്തം കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. കാര്യം ഈ ഓയിൽ നമ്മൾ റൈസിലും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മന്തിയിൽ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ മൊത്തത്തിലല്ല കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്, റൈസിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ റൈസിൽ നമ്മൾ അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ചിക്കനും കൂടി വെച്ച് കൊടുക്കലാണ്. ഓരോ പാത്രത്തിൽ അങ്ങനെ ചിക്കൻ വെച്ച് കൊടുക്കലാണ്.
നല്ല ഫ്ലേവറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയാൻ കാരണം അത്ര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതിന് കുക്കിംഗ് ഇഷ്ടമല്ലാത്ത ഞാനാണ് ഇപ്പം കുക്കിംഗ് ഭയങ്കര ഇഷ്ടമെന്ന് ഇർഫാനിൻ്റെ വീഡിയോസ് കണ്ടിട്ട്. മാഷാ അല്ലാ, നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ പറയുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാണ്ട് വീട് എപ്പോഴും അലങ്കോലാക്കിയിട്ടിടുന്ന ആൾ ഇപ്പം ഭയങ്കര വൃത്തിയാണ്, വീട് വൃത്തിയേടായിട്ട് കാണാൻ ഇഷ്ടമല്ല എന്നെല്ലാം പറയലുണ്ട്. അങ്ങനെയെല്ലാം കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്നതെന്ന് അറിയുമ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ തന്നെ ചിക്കൻ വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കലാണ്. റൈസിന് മുകളിലായിട്ടാണ് നമ്മൾ ഓയിലും ആ ഒരു മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പകുതിയോളം ഞാൻ റൈസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം വാങ്ങി നോക്ക്. അങ്ങനെ പിന്നെന്താ, നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനെഗറോ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ എന്താ പറയുക, റൈസ് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ മസാലയും കൂടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇത് കോരി മാറ്റിന് ഈ റൈസിലേക്കും കൂടി ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ചിക്കൻ ഫ്രൈ ആയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് റൈസ് കുക്കാക്കി എടുക്കുന്ന മന്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ യമനി മന്തി, ബീഫ് മന്തി, മട്ടൻ മന്തി എല്ലാ റെസിപ്പിയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കുക. ഇർഫാന ഷംഷീർ മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇർഫാന ഷംഷീർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ട അതെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. റമദാനിലെ ടൈം ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോക്കാം. ഇനിയിപ്പോൾ അതിന് മുകളിൽ ഞാൻ കുറച്ച് മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തി മസാല വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ യമനി മന്തി എന്ന് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ അതിൽ ഞാനൊരു മന്തി മസാല റെസിപ്പി ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ മന്തി മസാല റമദാൻ്റെ ടൈമെല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു ലെയറും കൂടി ചോറിട്ട് കൊടുത്തിട്ട് മസാല ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ മസാല എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിൽ ഞാനിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. പിന്നെ പാർട്ടിയിൽ ചെയ്യാനാണ് 1.5 കിലോ മന്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ റെഡ് കളറെല്ലാം ചെയ്തിട്ട് ആ ഒരു ഭംഗിയിൽ തന്നെ എന്താ പറയുക കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് മന്തി റെസിപ്പീൻ്റെ എന്താ പറയുക മന്തി റെസിപ്പീസ് ചെയ്തിട്ടില്ലേ, അതിലൊന്നും ഞാൻ ഇതുവരെ റെഡ് ഫുഡ് കളർ അങ്ങനെ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ആദ്യത്തെ ഏതോ ഒരു മന്തിയിലാണ് മറ്റും റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീട്ടിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതൊന്നും നല്ലതൊന്നുമല്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മുളകില്ലേ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇത് ഒരു അരമണിക്കൂർ ഒരു 30 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. എന്താ പറയുക, ചാർക്കോൾ കത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച്. ഈ ഒരു മന്തി മസാലക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ആ ഫോട്ടോക്ക് വേണ്ടിക്കില്ലേ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ പീസസും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോട്ടോ എടുക്കലാണ്. കാര്യം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാൻ സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം. നല്ലൊരു മുല്ലപ്പൂ എന്താ പറയുക വിതറിയ പോലത്തെ അടിപൊളി റൈസെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക, അടിപൊളിയാണ്. പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. എന്നോട് ചോദിക്കലുണ്ട് എവിടെയാണെന്ന് കിട്ടാമെന്നെല്ലാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്തോ. അതുപോലെ തന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കില്ലേ ഞാൻ ദമ്മിന് വെച്ചിട്ട് കുളിക്കാൻ പോയിട്ടുണ്ടായിന്. കുളിച്ച് ഫ്രഷായി നമസ്കാരമെല്ലാം കഴിഞ്ഞ് മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ദമ്മ് എന്താ പറയുക വീഡിയോ ഒന്നും കൂടി ഷൂട്ട് ചെയ്യാൻ വന്ന ഇക്ക വന്നിട്ടില്ല. ഇക്ക വരും മുമ്പേ ഈ ഒരു ഭാഗം കൂടി ഷൂട്ട് ചെയ്തതിനാൽ എൻ്റെ ഏകദേശം പണികൾ തീരും. ഇക്ക വന്നിട്ട് ചെയ്യാൻ നിന്നതിനാൽ കഴിയൂല. കാര്യം ഇക്കയും കൂടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഈ ഭാഗങ്ങളും കൂടി ഷൂട്ട് ചെയ്തെടുക്കലാണ്. പിന്നെന്താ അൽഹംദുലില്ലാ. പിന്നെന്താ നമ്മളെപ്പോഴും ഭക്ഷണവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇതിൽ നമുക്ക് ബർക്കത്ത് ചേർന്നേരണമെന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ഈ നമ്മുടെ ലൈഫിൽ എന്താ പറയുക ബർക്കത്ത് ചേർന്നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പം ചോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ഉച്ചക്ക് ഉറങ്ങലുണ്ടോയെന്നെല്ലാം ചോദിക്കലുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ഉറങ്ങലൊന്നുമില്ല. ഉച്ചക്ക് ഉറങ്ങിയാൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല. അങ്ങനെ പിന്നെന്താ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികൾ വരാൻ സമയമാവും. 3:30 തന്നെ കുട്ടികൾ വരും കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളോട് ചിലവഴിക്കും. പിന്നെ രാത്രി മടക്കി വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ മടക്കി വെക്കും. ചായ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ കോഫിയോ ചായയോ അങ്ങനെ കുടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കും മക്കൾക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. പിന്നെന്താ
ഇതിൽ ഞാൻ ആദ്യം റൈസ് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ ആദ്യം വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കും. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കാനില്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോകും. കാരണം ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. അത് ചിക്കനിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോകും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കനെല്ലാം അങ്ങനെ മാറ്റിയെടുക്കലാണ്. ഇത് കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റൈസാണ്. നമ്മൾ ഗൾഫിലെല്ലാം കിട്ടുന്ന ഒരു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. എൻ്റെ എല്ലാ റെസിപ്പീസും മാഷാ അല്ലാ അൽഹംദുലില്ലാ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറയലുണ്ട്. അതുപോലെ ഈ ഒരു റെസിപ്പിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താ പിന്നെ നിങ്ങൾ പറയാം കേട്ടോ, ക്ലീനിങ് വ്ളോഗും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിതാ മൊത്തത്തിൽ എല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലില്ലേ ലൈക്കും കമൻറ്റും ചെയ്യുക. ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോസ് എത്തുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ ഞാൻ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, കണ്ടോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഇതെല്ലാം നമ്മൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്താലല്ലേ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അത്ര അടിപൊളിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും, ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് പാർട്ടിയിലെല്ലാം സ്റ്റാറാകാൻ പറ്റിയ അടിപൊളി മന്തിയാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഇതിൽ മുളകെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊതുവെ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാരങ്ങയും എന്താ പറയുക മുളകും എല്ലാം അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു തക്കാളി ചമ്മന്തിയില്ലേ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിതാ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ എന്താ പറയുക ഇത് പൊട്ടിച്ചിട്ടും കൂടി കാണിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. പുറമേ നല്ല മസാലകളായിട്ട് അടിപൊളിയാണ്. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.